ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള മുൻവർഷത്തെ ചോദ്യപേപ്പറുകളാണ് നമ്മൾ ഇനി കുറച്ച് നാൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ കൃത്യമായി ഈ ക്ലാസ് മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ ചോദ്യങ്ങളും ഇതിനകത്തുണ്ടാകും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. രണ്ടാമത്തത്, വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസും ശരിയാണ്. ഈ കൊടുത്തിരിക്കുന്ന മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചേരുംപിടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മരുതം അപ്പുറത്ത് മൃഗസംരക്ഷണമുണ്ട്, പാലൈ ഉപ്പ് നിർമ്മാണമുണ്ട്, മുല്ലൈ തണ്ണീർത്തറ കൃഷിയുണ്ട്, നെയ്തൽ കൊള്ളയടിക്കുക. ഇതിൽ ഒന്നാമത്തത് മരുതം തണ്ണീർത്തട കൃഷിയും പാലൈ കൊള്ളയടിക്കുക, പാലൈ വംശം കളവ് അതൊക്കെയായിരുന്നു അവരുടെ പരിപാടി. മുല്ലൈ മൃഗസംരക്ഷണം, നെയ്തൽ ഉപ്പ് നിർമ്മാണം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒന്നാമത്തത് ഡി ആണ്, മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. രണ്ടാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഗാന്ധിജിയാണ്. ഓപ്ഷൻ ബി ഗാന്ധിജി കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഗാന്ധിജി. നാലാമത്തെ ചോദ്യം. 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഇതിൽ ആൻസർ ഇല്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നത്? ജമാഅത്ത് ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ് CPML കേട്ടോ. മാവോയിസ്റ്റ് CPML. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ എല്ലാ സംഘടനകളെയും അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റയറസ്റ്റ് ചോദ്യമാണ്. ജമാഅത്ത് ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, ഇതിനൊക്കെ എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ആറാമത്തെ ചോദ്യം. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? സൂര്യസെൻ, ചന്ദ്രശേഖർ ആസാർ, രാജഗുരു, ഇവരാരുമല്ല. ഇതിൽ രാജഗുരുവാണ്. രാജഗുരുവിനെ തൂക്കിലേറ്റുന്നത് 1931 മാർച്ച് 23. ഓപ്ഷൻ ബി ആണ് ആൻസർ, രാജഗുരു. ഏഴാമത്തെ ചോദ്യം. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? രാമചന്ദ്ര ഗുഹ കേട്ടോ. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത്. എട്ടാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടായിരുന്നു റെയിൻ ഓഫ് ടെറർ. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിൽ 2ഉം 4ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ശരിയല്ലാത്തതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. 2ഉം 4ഉം ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. 2ഉം 4ഉം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഒൺലി 2 and 4 കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 9ാമത്തെ ചോദ്യം. ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. വിഷ്ണു ദിയോസായി ആണ്. ഓപ്ഷൻ സി ആണ് വിഷ്ണു ദിയോസായി കേട്ടോ. 9ാമത്തെ ആൻസർ വിഷ്ണു ദിയോസായി. 10ാമത്തെ ചോദ്യം ക്യാൻസലാക്കിയ ചോദ്യമാണ് കേട്ടോ. ക്യാൻസലാക്കിയതാണ്. 11ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും കേട്ടോ. പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? അവിടെ പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ
9ാമത്തെ ആൻസർ ആരാണ് ഇപ്പോഴത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? വിഷ്ണു ദിയോസായി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീത അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹേലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4 അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. ഇവയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനുമിടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4 അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്ക് ഉള്ള ചായ്വാണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. മുകളിലുള്ളവയെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. മുകളിലുള്ളവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 14ാമത്തെ ചോദ്യം, പാമ്പാടുംചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇടുക്കി കേട്ടോ. പാമ്പാടുംചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 15ാമത്തെ ചോദ്യം, സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പെയ്സ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പെയ്സ് എന്നാൽ എന്താണ്? ഓപ്ഷൻ എ ആണ് പ്ലാങ്കറ്റോൺ, എരോസൽ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. പ്ലാങ്കറ്റോൺ, എരോസൽ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം. ഇതാണ് പെയ്സ് എന്ന് പറയുന്നത് കേട്ടോ. പ്ലാങ്കറ്റോൺ, എരോസൽ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം. 6ാമത്തെ ചോദ്യം, ജി എസ് ടിയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റ്. ജി എസ് ടി കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. പരോക്ഷ നികുതി സംബന്ധിച്ച കേൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ജി എസ് ടി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജി എസ് ടി കൗൺസിൽ അധ്യക്ഷൻ. ഇതിൽ 1ഉം 3ഉം തെറ്റാണ്. സംസ്ഥാനത്തെ ധനമന്ത്രിമാരായിരിക്കും ഉണ്ടായിരിക്കുന്നത്, മുഖ്യമന്ത്രി ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്? 1ഉം പ്രധാനമന്ത്രിയും കൗൺസിൽ അധ്യക്ഷനല്ല. അപ്പോൾ 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 1ഉം 3ഉം. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി. 17ാമത്തെ ചോദ്യം, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. MPCയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. MPCയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. ഒൺലി 1 and 2 കേട്ടോ. 1 and 2 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ്? ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ്? വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്യുന്ന പേയ്മെൻറ്റിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനിയും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ ശരിയാണ്? ഗ്രേറ്റ് നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് റോ. ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. രണ്ടാമത്തത് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫർ റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫർ പേയബിൾ. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിൻ്റെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോസ്റ്റ് പെൻഷനായും തരംതിരിക്കാം. ഇതിൽ ഏതാണ് ശരിയെന്നാണ്
ഏതൊക്കെയാണ് ശരിയെന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ വന്നാൽ അടിപൊളിയായിരിക്കും. 20ാമത്തെ ചോദ്യം. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ് ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് 5.8% കേട്ടോ, 5.8%. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് 5.8% കേട്ടോ, 5.8. ഓപ്ഷൻ സി ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ഓപ്ഷൻ സി പൗരത്വമാണ് കേട്ടോ, ഓപ്ഷൻ സി പൗരത്വം. 22ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? ആർട്ടിക്കിൾ 14. ഓപ്ഷൻ എ ആണ് ആൻസർ. 23ാമത്തെ ചോദ്യം. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 1971. ഓപ്ഷൻ ബി ആണ് ആൻസർ. 24ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? പോസ്റ്റുകളും ടെലഗ്രാഫും, പോലീസ്, പൊതുജനാരോഗ്യം, ശുചിത്വവും അതേപോലെ സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. കൺകറന്റ് ലിസ്റ്റിലുള്ള ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 25ാമത്തെ ചോദ്യം. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുക്കാർണോ കേട്ടോ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുക്കാർണോയായിരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. 26ാമത്തെ ചോദ്യം. ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ക്രാന്തി എന്താണ്? സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി കേട്ടോ, സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയാണ്. 27ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ഓപ്ഷൻ സി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. 28ാമത്തെ ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി കേട്ടോ, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 29ാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാൻ കഴിയും, പ്രസിഡന്റിനാണ് നീക്കം ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, ഓപ്ഷൻ ഡി. 30ാമത്തെ ചോദ്യം. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? 2011 കേട്ടോ. 31ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ രത്നം എന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. ഓപ്ഷൻ ഡി മണിപ്പൂർ കേട്ടോ, മണിപ്പൂരാണ്. ജയ് ജവാൻ. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യമാണ്. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ആരുടെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയാണ് കേട്ടോ, ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി. 33ാമത്തെ ചോദ്യം നോക്കാം. എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ശോണിതപുരം കേട്ടോ, ശോണിതപുരം കേട്ടോ. എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ശോണിതപുരം. 34ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? MT വാസുദേവൻ നായരാണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ. 35 ജ്ഞാനപ്പാനയുടെ രചയിതാവാര്? നമുക്കറിയാം, പൂന്താനം നമ്പൂതിരി. 36 പരമ്പരാഗത നാടോടി നൃത്തമായ ഖുമർ അറിയപ്പെടുന്ന സംസ്ഥാനം എവിടെയാണ്? ഖുമർ രാജസ്ഥാൻ, രാജസ്ഥാൻ കേട്ടോ, ഖുമർ രാജസ്ഥാൻ. 37ാമത്തെ ചോദ്യം. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്?
1955 മെയ് 11 കേട്ടോ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 1955 മെയ് 11. 38 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാ? നമുക്കറിയാം, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേട്ടോ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 39ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ്? ഓപ്ഷൻ സി മിലാനും കോർട്ടിനാഡി ആംബസോയും കേട്ടോ. മിലാനും കോർട്ടിനാഡി ആംബസോയുമാണ് എവിടെയാണ് നടക്കുന്നത്? മിലാനും. ഓപ്ഷൻ സി ആണ് ആൻസർ. മിലാനും കോർട്ടിനാഡി ആംബസോയും. 40ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ഇത് ഏതിലെയാണ്? ഗീതാഞ്ജലി. ഓപ്ഷൻ സി ഗീതാഞ്ജലിയാണ്. 41ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്കാനർ. ഓപ്ഷൻ ഡി സ്കാനർ കേട്ടോ. ഓപ്ഷൻ ഡി സ്കാനർ. 42ാമത്തെ ചോദ്യം. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വേർഡ് പ്രോസസ്സർ കേട്ടോ. വേർഡ് പ്രോസസ്സർ. ഓപ്ഷൻ എ വേർഡ് പ്രോസസ്സർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. 43ാമത്തെ ചോദ്യം. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് പറയുന്നു. വാൻ. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 44ാമത്തെ ചോദ്യം. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ബ്രൗസർ. ഓപ്ഷൻ ബി ബ്രൗസർ. 45 IT ആക്ട് നിലവിൽ വന്ന വർഷം? 2000. ഓപ്ഷൻ ഡി 2000. 46ാമത്തെ ചോദ്യം. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം 46ാമത്തെ ചോദ്യം. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം 8.3 മിനിറ്റ് ആണ് കേട്ടോ. 8.3 മിനിറ്റ്. 47ാമത്തെ ചോദ്യം. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ LHC പ്രാഥമിക ലക്ഷ്യം എന്താണ്? കണിക ഭൗതിക ഗവേഷണം കേട്ടോ. കണിക ഭൗതിക ഗവേഷണമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 48ാമത്തെ ചോദ്യം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ്? അണുസംയോജനം. ഓപ്ഷൻ ഡി അണുസംയോജനം. 49ാമത്തെ ചോദ്യം. ജീവജാലങ്ങളിൽ ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? കോശശ്വസനം. അതാണ് കോശശ്വസനം. 50ാമത്തെ ചോദ്യം. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ദുബായ്. ഓപ്ഷൻ ഡി ആണ് ദുബായ്. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഓപ്ഷൻ ഡി ദുബായ്. മലയാളത്തിലെ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. 91ാമത്തെ ചോദ്യം മലയാളത്തിലെ ചോദ്യമാണ്. മലയാളത്തിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അരോഗ ശരീരം കേട്ടോ. അരോഗ ശരീരം എന്നുള്ളതാണ് ശരിയായ പദം. 92 പോട്ടെ പ്ലസ് അവൻ. പോട്ടെ ചേർത്ത് എഴുതിയാൽ എന്താണ്? 1ഉം 2ഉമാണ് ശരി കേട്ടോ. പോട്ടവൻ പോട്ടേയവൻ ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 93 പിരിച്ചെഴുതുക. കാട്ടിനേൻ. കാട്ടി പ്ലസ് ഏൻ ആണ്. കാട്ടി പ്ലസ് ഏൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. കാട്ടി പ്ലസ് ഏൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. 94 തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ്. ഭാരതീയർ എല്ലാവരും സഹോദര മനോഭാവത്തോടുകൂടി വർത്തിക്കണം. ഭാരതീയർ എല്ലാവരും സഹോദര ഭാവത്തോടുകൂടി വർത്തിക്കണം എന്നുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 95ാമത്തെ ചോദ്യം. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം തിരഞ്ഞെടുക്കുക. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നിയില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 96 തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. മധൂലി. ഓപ്ഷൻ ഡി മധൂലി. 97
കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാനമായ സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. 98 ക്യാൻസലാക്കിയ ചോദ്യമാണ്. 99 മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം പീതാംബരൻ കേട്ടോ. ഓപ്ഷൻ ബി പീതാംബരൻ. 100ാമത്തെ ചോദ്യം, ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ധൃതി എന്ന ഇവിടെ ഉറപ്പുണ്ട്, സ്ഥൈര്യമുണ്ട്, തിടുക്കമുണ്ട്, വേഗമുണ്ട്. ഇതിൽ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. ഇംഗ്ലീഷിലെ ചോദ്യം 71ാമത്തെ ചോദ്യം, വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. വൺ മസ്റ്റ് ഡു വൺസ് വർക്കാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഐഡൻറ്റിഫൈ, അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ സി ആണ്. അക്വൈൻറ്റൻസിൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ACQUAINTANCE കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 73ാമത്തെ ചോദ്യം ക്യാൻസലാക്കിയ ചോദ്യമാണ്. 74ാമത്തെ ചോദ്യം, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോവിങ്. റൈസ് എയർ ടെമ്പറേച്ചർ ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. ഓപ്ഷൻ സി അഫക്റ്റ് ആണ് കേട്ടോ. അഫക്റ്റ്. ഓപ്ഷൻ സി അഫക്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റൈസിങ് എയർ ടെമ്പറേച്ചർ അഫക്റ്റ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷൻസ്. 75ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ സിനോണിം ഫോർ വെനറേറ്റ്. റെസ്പെക്റ്റ് ആണ്. ഓപ്ഷൻ എ റെസ്പെക്റ്റ്. 76ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ അന്റോണിം ഫോർ ഇമാസിയേഷൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇൻവിഗറേഷൻ കേട്ടോ. ഓപ്ഷൻ എ ഇൻവിഗറേഷൻ. ഐഡന്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ് ബ്ലറഡ്, കൺഫ്യൂസ്ഡ്. ഓപ്ഷൻ ഡി ആണ്. മട്ട്ലഡ്, അൺക്ലിയർ എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 78ാമത്തെ ചോദ്യം, എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ്. നിംബസ്. മേഘത്തെയാണ് ചോദിക്കുന്നത്. നിംബസ് മേഘം കേട്ടോ. 79, ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സസ് ടു ഗ്രൈൻഡ് മീൻസ് ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സർവ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 80ാമത്തെ ചോദ്യം, ഐ ഡാഷ്, ഗോ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഐ ഡാഷ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ഐ ആം ഗോയിങ് ആണ് കേട്ടോ. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. 81ാമത്തെ ചോദ്യം, ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. കോസ്റ്റ്ലിയർ ദാൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. കോസ്റ്റ്ലിയർ ദാൻ. 82ാമത്തെ ചോദ്യം ക്യാൻസലാക്കിയ ചോദ്യമാണ്. 83ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. Despite being the dash partner in the relationship, the franchisor does not always have all the dash എന്നാണ്. ഓപ്ഷൻ ഡി ഡൊമിനന്റ് അഡ്വാൻറ്റേജ് കേട്ടോ. ഡൊമിനന്റ് അഡ്വാൻറ്റേജ്. 84ാമത്തെ ചോദ്യം, വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഡാഷ് ടു ബി പ്രസന്റ് അറ്റ് ദ ഫംഗ്ഷൻ. ഈസ് പ്രസന്റ് ആണ് കേട്ടോ. ഈസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 85ാമത്തെ ചോദ്യം, no sooner had she entered the room dash and everybody began to make sound. Option D ആണ് ആൻസർ. Then the lights went out കേട്ടോ. Then the lights went out. 86ാമത്തെ ചോദ്യം, we met her immediately after the session in which she dash a nice speech. Option B had given കേട്ടോ. had given. We met her immediately after the session in which she dash a nice speech. Option B ആണ് ആൻസർ. had given കേട്ടോ. 87ാമത്തെ ചോദ്യം, the guest admired my painting but they dashed my writings. seemed to have disliked എന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 88ാമത്തെ ചോദ്യം ക്യാൻസലാക്കിയ ചോദ്യമാണ് കേട്ടോ. 88 ക്യാൻസലാക്കിയ ചോദ്യമാണ്. 89ാമത്തെ ചോദ്യം, ഓർണിത്തോളജി മീൻസ് എന്താണ്? ഓർണിത്തോളജി സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ് ഓർണിത്തോളജി. 90ാമത്തെ ചോദ്യം, സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ ഫ്രം ദ ഫോളോവിങ്. അൺപ്ലസന്റ് എന്നാണ്. ഓപ്ഷൻ ബി അൺപ്ലസന്റ്.